പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ കായംകുളമാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മേടമാസം 1-ാം തീയതി വിഷു ദിനത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ പടയനിവട്ടം ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ആ ഉത്സവം കഴിഞ്ഞ് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. 2 ദിവസം ഉള്ളായിരുന്ന ഉത്സവം അതിഗംഭീരമായി തന്നെ ഈ വർഷവും ആഘോഷിച്ചു. എല്ലാ വർഷത്തിനെക്കാട്ടിലും പ്രത്യേകതയായിട്ട് ഈ വർഷം ഒരുപാട് ഉയരക്കേമന്മാരായ നന്ദികേശന്മാർ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരുന്നു. അതുതന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. ഈ വർഷം മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് നന്ദികേശന്മാർ ക്ഷേത്രത്തിലെത്തിയ ഒരു വർഷം കൂടെയാണ് ഈ ഒരു മേടവിഷു എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുവ എന്ന് പറയുന്ന യുവജന സംഘടന ക്ലബ്ബ് കൊണ്ടുവന്ന ഈ ഒരു വലിയൊരു നന്ദികേശൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാള. അതുപോലെ തന്നെ കുതിരകളും ഉണ്ട്. ആകെ 7 കരയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. ഈ 7 കരയിൽ നിന്നും അണിയിച്ചു കൊണ്ടുവരുന്ന കെട്ടുരുപ്പടികൾക്ക് പുറമെ ഈ ക്ഷേത്രത്തിലെ കരകളിൽ തന്നെയുള്ള യുവജന സംഘടനകളും ക്ലബ്ബുകളും ചേർന്ന് നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന നന്ദികേശന്മാരും ഈ കൂട്ടത്തിലുണ്ട്. അതിൽ ഒരുപാട് ഉയരങ്ങളുള്ള കാളെ കൊണ്ടുവരുന്നത് ഈ ഒരു വർഷം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ യുവ എന്ന് പറയുന്ന സംഘടന കൊണ്ടുവന്നിരുന്നു. നല്ല ഹൈറ്റുള്ള നന്ദികേശനെ കൊണ്ടുവന്നിരുന്നാലും ഈ വർഷം അതിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കാരണം മറ്റുള്ള യുവജന സംഘടനകളും ഈ വർഷം വലിയ നന്ദികേശനെയാണ് ക്ഷേത്രത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത്. എന്നിരുന്നാൽ തന്നെയും അതിൽ കൊണ്ടുവന്ന നന്ദികേശൻ യുവ എന്ന് പറയുന്ന നന്ദികേശനെ കൊണ്ടുവന്ന ടീമാണ് ഏറ്റവും വലിയ നന്ദികേശനെ ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. കിഴക്കൻ ദേശം, ധർമ്മപുരി, അഘോരി, പോളോ ബോയ്സ്, അർണോൾഡ് ബോയ്സ്, എലവൻമൂട് പൗരസൗമതി, അമ്മ യുവജനവേദി, ചിറക്കടവൻസ്, അങ്ങനെ ഒരുപാട് യുവജന സംഘടനകൾ അവരുടെ വകയായിട്ട് നേർച്ച നന്ദികേശന്മാരെയും കുതിരകളെയും ക്ഷേത്രത്തിൽ ഈ വർഷം എത്തിച്ചത് കൊണ്ട് തന്നെ ഈ വർഷത്തെ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഉത്സവമായിരുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ വാദ്യമേളങ്ങളുടെയും മറ്റ് ഫ്ലോട്ടുകൾ, അങ്ങനെ മൊത്തത്തിലൊരു കാഴ്ച വിസ്മയം തന്നെയായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഈ പടയനിവട്ട ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയല്ല. ഇവിടെ തമ്പോലം എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം ഇവിടെ വിലക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുതിരകളുടെ കൂടെയും ആയാലും നന്ദികേശന്മാരുടെ കൂടെ ആയാലും നമ്മുടെ പ്രാചീന കലാമേള വാദ്യമേളമായ ചെണ്ടമേളമായിരുന്നു എല്ലാ കെട്ടുരുപ്പടികളുടെ കൂടെയും ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നത്. 7 കരക്കാരും അണിയിച്ചൊരുക്കിയ കെട്ടുരുപ്പടി അതീവ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അതുപോലെ തന്നെ നേർച്ചയായി കൊണ്ടുവന്ന ഈ സംഘടനകൾ കൊണ്ടുവന്ന നേർച്ചയായിട്ട് കൊണ്ടുവന്ന കെട്ടുരുപ്പടികളും നന്ദികേശന്മാരും ഒന്നിനൊന്നിന് മെച്ചമുള്ളതായിട്ടായിരുന്നു. ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു കാള ഒരു വെറൈറ്റി കാളയായിരുന്നു. ഇതൊരു കൊമ്പ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കൊമ്പുള്ള ഒരു കാള, ഇതൊരു വ്യത്യസ്തമായ ഒരു കാളയായിരുന്നു. ഇനി ഒരു വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ഒരു ദേശത്തിൻ്റെ. കാളകളെല്ലാം നന്ദികേശന്മാരെയെല്ലാം ഓരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുന്ന പണി ധൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഉത്സവപ്പറമ്പിലേക്കുള്ള പ്രയാണം. ഇത് ഒരു മേശരിയാണ്. ഇദ്ദേഹമാണ് ഒരു കുതിര ഇലവുമൂട് പൗരസമിതിയുടെ കുതിരയെ പണിഞ്ഞൊരു മേശരിയാണ് അദ്ദേഹം. കാളകളെ നന്ദികേശന്മാരെ കൊണ്ടുപോകാനുള്ള വാഹനമൊക്കെ വന്നു തുടങ്ങി. ഈ 2 കുതിരയുടെ ഇടയ്ക്കിരിക്കുന്ന ഈ ഒരു നന്ദികേശൻ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. പത്ത് ദിവസം നിൽക്കുന്ന ഉത്സവമാണ്. 1-ാം ദിവസം കൊടിയേറി 10-ാം ദിവസം തിരുവുത്സവമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്.
ഇനി ഒരു വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ഒരു ദേശത്തിൻ്റെ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.